Hello guys, this is a new video. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ടോപ്പിക്കാണ്. ഞാൻ റീസെൻ്റായിട്ട് കാണാൻ ഇടയായതാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ആൾക്കാർ ഒരു ഫാൻസി വർക്കൗട്ട്സ് കൊണ്ടുവരുന്നു. എന്തിൻ്റെ കാര്യമുണ്ട് ഈ ഫാൻസി വർക്കൗട്ടുകൾ? സോ ദർ വാസ് വൺ എക്സസൈസ് ആൾ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നത്. ദാറ്റ് കോച്ച് വാസ് ഗിവിങ് ദിസ് വർക്കൗട്ട് ടു ഹിസ് ക്ലൈൻറ്റ്. സിംഗിൾ ലെഗിൽ നിന്ന് കേബിൾ ചെസ്റ്റ് പ്രസ് ചെയ്യുന്നു, ഓർ കേബിൾ ചെസ്റ്റ് പ്രസ് ചെയ്യുന്നു. ആൻഡ് ഐ വാസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് എന്തുകൊണ്ടത് ആൾക്കാർ അതിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വ്യൂവേഴ്സ് കുറേ ഉണ്ട്, ലൈക്സ് കുറേ ഉണ്ട്. ആൻഡ് ഹി വാസ് ക്ലെയിമിങ് ദാറ്റ് ഫങ്ഷനാലിറ്റി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, നമ്മൾ ജീവിതത്തിൽ എപ്പോഴാണ് ഒറ്റക്കാലിൽ നിന്ന് ഒരു സാധനം പുഷ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ചെസ്റ്റ് പ്രസ് മെയിൻലി ഇറ്റ്സ് ലൈക്ക് പുഷിങ് സംതിങ്. സോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒറ്റക്കാലിൽ നിന്ന് പുഷ് ചെയ്യുന്നത്? ഐ എം നോട്ട് ഗെറ്റിംഗ് ദാറ്റ്. ആൻഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കൈൻഡ് ഓഫ് എക്സസൈസുകളിലെ. ഞാൻ പറയാനുള്ളത് ഈ കാണുന്ന ട്രെയിനേഴ്സിനോടും ഈ കാണുന്ന ആൾക്കാരോടും, ലൈക്ക് പീപ്പിൾ ഹൂ ഈസ് വർക്കിംഗ് ഔട്ട് റെഗുലർലി ആൻഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളെങ്കിൽ ഇവരോട് രണ്ടുപേരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു മൂവ്മെൻറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്യണം കാര്യങ്ങൾ. അത് ലോജിക്കലാണോ സയൻറ്റിഫിക്കലാണോ, അത് ഒന്നുമില്ലെങ്കിൽ ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിക്കണം. നിങ്ങൾ ആ ഒരു വർക്കൗട്ട് നിങ്ങളുടെ റുട്ടീനിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ. സോ പ്ലീസ് മേക്ക് ഷുവർ ദിസ് ഇസ് ലൈക്ക് അവയർനെസ് വീഡിയോ. അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ ഓൾമോസ്റ്റ് 3.5 years ആയിട്ടുള്ളൂ. സോ ഐ നോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് എക്സ്പീരിയൻസ് മോർ ദാൻ മീ. സോ ഞാൻ ഒരാളെയും കുറ്റം ആക്കാനോ ഇതാക്കാനല്ലോ. ഞാൻ പഠിച്ചേക്കുന്ന സയൻസ്, ഐ ബിലീവ് ഇൻ ദാറ്റ്. സോ ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതിൽ ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ആ വർക്കൗട്ട് പ്രോപ്പറാണോ? ആ വർക്കൗട്ടിൽ എന്താണ് ഫങ്ഷനാലിറ്റി ശരിക്കും ഉണ്ടോ? ആൻഡ് യു നീഡ് ടു ആസ്ക് ദെം വാട്ട് ഈസ് ഫങ്ഷനാലിറ്റി. ശരിക്കും ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് സ്മൂത്തറാക്കാൻ, അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒരു മിമിക്ക് ചെയ്യുന്ന ലൈക്ക് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ ഒരു ആ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിലോട്ട് വരും. അത് ഹെൽപ്പ് ചെയ്യും നമ്മളെ. അതേപോലത്തെ എക്സസൈസാണ് ഇത്. പക്ഷെ ഒറ്റക്കാലിൽ നിന്ന് ചെസ്റ്റ് പ്രസ് ചെയ്യുന്നു. മേ ബി അത്ലറ്റിക് ട്രെയിനിങ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് വിച്ച് യു നീഡ് ടു മെൻഷൻ ദാറ്റ്. അതിന് അത്ലീറ്റ്സ് ആയിട്ട് ചിലവർ പറയും അത് അത്ലീറ്റ്സിനായിരിക്കണം, അല്ലെങ്കിൽ അത്ലീറ്റ് വർക്കൗട്ടുകളാണ്. അതൊക്കെ സെപ്പറേറ്റ് ആണ്. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അത് ഓരോ ക്രിക്കറ്റ് ആയിക്കോട്ടെ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ഉണ്ട്. ഫുട്ബോൾ ആയിക്കോട്ടെ അതിനനുസരിച്ച് എജിലിറ്റി ട്രെയിനിങ്സ്, ലാഡർ എക്സെട്ര, കോൺസ് വെച്ചിട്ടും കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ ഉണ്ടാവും. സോ എല്ലാവരോടും എനിക്ക് ഫൈനലായിട്ട് ഇതേ പറയാനുള്ളൂ. ഇഫ് യു ആർ സീയിങ് എനി വർക്കൗട്ട്സ്, അനലൈസ് ഇറ്റ്. നിങ്ങൾ തന്നെ ആലോചിക്കൂ, ഈസ് ഇറ്റ് റൈറ്റ് ഓർ ഈസ് ഇറ്റ്. ഞാൻ ഒരിക്കലും റൈറ്റ് ഓർ റോങ് പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഫ് feels it right or if feels it wrong, don't do it. And ask this question is always, അതായത് ഞാൻ പ്രിഫർ ചെയ്യുക സ്റ്റിക്ക് വിത്ത് ദ ബേസിക്സ്. ഓക്കെ, ഫൈനലായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സ്റ്റിക്ക് വിത്ത് ദ ബേസിക്സ് ചെയ്യൂ, അതിൽ ഇമ്പ്രൂവ് ചെയ്യൂ, അതിൻ്റെ ഫോം ഇമ്പ്രൂവ് ചെയ്യൂ, അതിൽ പൗണ്ടേജസ് കൂട്ടൂ. ദാറ്റ്സ് ഇറ്റ്. യു വിൽ ഗോണ ഗെയിൻ.